Hi friends, welcome to Gigit Audio Tech. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു തിയേറ്റർ സെറ്റപ്പ് ഒന്നുമില്ല. ഞാൻ സാധാരണ ഒരു യൂണീക്കിന്റെ ഒരു UC46 പ്രോജക്ട് എന്റെ അടുത്തുണ്ട്. പക്ഷെ അത് അത്യാവശ്യം വെളിച്ചത്തിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രാത്രി എപ്പോഴെങ്കിലും സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. പിന്നെ ഒരുപാട് സൂം ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പ്രൊജക്ട് ചെയ്യുന്നതിന് നോർമൽ ഒരു 50 ഇഞ്ച് സ്ക്രീനിലും താഴെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആയിരുന്നില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് സെറ്റ് ഒന്നും ചെയ്തില്ല. ഞാൻ ചുമ്മാ ഒരു ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് കാണാറ്. പക്ഷെ അപ്പൊ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു തിയേറ്റർ സെറ്റപ്പിൽ ചെയ്യണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഏത് പ്രൊജക്ടർ സെലക്ട് ചെയ്യാമെന്നാണ് ആദ്യത്തെ ഒരു കടമ്പ. അപ്പൊ അതിനുവേണ്ടി ഞാനിങ്ങനെ കുറെ ആലോചിച്ചു ഇതിൽ ഏത് പ്രൊജക്ടറാണ് ബെറ്റർ. അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കിട്ടുന്ന ഒരു പ്രൊജക്ടർ ആയിരിക്കണം. ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെയർസ് ഒക്കെ കിട്ടുന്നതും സർവീസ് കിട്ടുന്നതായ ഒരു പ്രൊജക്ടർ. കാരണം എന്നാലേ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഫ്യൂച്ചറിൽ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമതൊരു ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഫുൾ HD പ്രൊജക്ടർ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്യാവശ്യം ലൂമൻസ് ഒക്കെ ഉള്ള ഒരു ഫുൾ HD പ്രൊജക്ടർ. കാരണം നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി വേണം. പിന്നെ മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ വെളിച്ചമുള്ളപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടുന്ന ഒരു പ്രൊജക്ടർ ആയിരിക്കണം. നമ്മൾ വീട്ടിൽ പകലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫുള്ളി നമുക്ക് ഡാർക്ക് ആക്കാനൊന്നും പറ്റില്ല. ചെറുതായിട്ട് വെളിച്ചമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് കാണുന്ന ഒരു പ്രൊജക്ടർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂമൻസ് ഉള്ള പ്രൊജക്ടർ ആണെന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നല്ല പോസിറ്റീവ് റിവ്യൂസ് ഉള്ള ഒരു പ്രൊജക്ടർ വേണം. കാരണം ഇത് ഉപയോഗിച്ചവരുടെ അഭിപ്രായമൊക്കെ നമുക്കൊരു പോസിറ്റീവ് റിവ്യൂസ് കിട്ടണം. അങ്ങനത്തെ ഒരു പ്രൊജക്ടർ, അതായത് ഈ ലോ ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള കാര്യമാണ് ഞാൻ. കാരണം ഹൈ ബഡ്ജറ്റ് കാറ്റഗറിയിൽ അറിയാലോ നമുക്ക് ഭയങ്കര റേറ്റ് ആണ്. നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് പറ്റില്ല. കാരണം 40-50 മുടക്കിയിട്ട് ഒരു പ്രൊജക്ടർ വാങ്ങി സെറ്റ് ചെയ്ത് കാണാനുള്ള സാമ്പത്തികം നമുക്കില്ല. അപ്പൊ അത് നമ്മുടെ 4K ടെക്നോളജിയിലെ സൈർക്കായിട്ട് ഞാനത് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കി. അവരോട് ഞാൻ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് പ്രൊജക്ടാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ ഒരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് AUN AKEY6S എന്നാണ് അവർ തന്ന മറുപടി. അപ്പൊ ഞാന് നമ്മുടെ സുഹൃത്തുക്കളും അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂസ് ഉള്ള പ്രൊജക്ടർ തന്നെയാണ് ഈ AUN AKEY6S. അത് നമുക്കൊരു 2022 ആ റേഞ്ചിൽ ഉള്ള ബഡ്ജറ്റിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനത് തന്നെ വാങ്ങാം എന്ന് അവസാനം ഡിസൈഡ് ചെയ്തു. അപ്പൊ ആ പ്രൊജക്ടർ അവർ അയച്ചു വിട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ആദ്യം ചെയ്യാൻ പോണത്. അതിനുശേഷം നമുക്ക് അതിന്റെ ടെസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യത്തെ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ. ഇത് AUN AKEY6S മോഡലാണ്. അപ്പൊ നമ്മളിത് അൺബോക്സ് ചെയ്യാനാണ് ഇപ്പൊ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം അൺബോക്സിംഗ് വീഡിയോയിലേക്ക്. അത്യാവശ്യം നല്ല പാക്കിങ്ങിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു പാക്കേജ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇപ്പൊ ഇതാണ് AUN AKEY6S പ്രൊജക്ടേഴ്സ്. അപ്പൊ പ്രൊജക്ടർ ഒരു വലിയ പ്രൊജക്ടർ തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഇനി ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. കൂടെ ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. ഇതിനകത്തായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരിക്കും ഉണ്ടാകുക. ഓക്കെ, നമ്മുടെ 4K ടെക്നോളജിന്റെ ഒരു ബില്ല് കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതില് AUN ഒരു കാർഡ്, പിന്നെ ഒരു പ്രോഡക്റ്റ് മാനുവൽ ആണ് ഇതിന്റെ കൂടെ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് പവർ കേബിൾ ആണ് ഇതിന്റെ കേട്ടോ. പവർ കോഡാണ് ഇതെനിക്ക്. പിന്നെ അതിന്റെ കൂടെ ഒരു 3D ഗ്ലാസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു 3D ഗ്ലാസ്. 2 ഉണ്ട് കേട്ടോ. 2 3D ഗ്ലാസ്. ഇതൊരു പാസീവ് നോർമൽ ടൈപ്പ് 3D ഗ്ലാസ് ആണ്. പിന്നെ അടുത്തത്
ഇതൊരു HDMI കേബിൾ ആണ് കേട്ടോ. HDMI കേബിളാണ്, നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്ന HDMI കേബിളാണ്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ, നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു AV RCA കേബിളാണ്. അപ്പൊ ഇതിന് നമുക്ക് എന്താ പറയാ നോർമൽ AV കോഡൊക്കെ ഇതുവഴി കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു റിമോട്ടാണ് ഇതിന്റെ ഒപ്പം വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇതിനൊപ്പം വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താഴെ കാണുന്ന 3 പിൻ ആയിട്ടുള്ള പോർട്ട് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ മേലെ കാണുന്നത് വാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, നമ്മുടെ നെറ്റ് കണക്ഷൻസ് ഈ മോഡത്തിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാനാണ്. VGA നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാനാണ്. USB പോർട്ട് ഒന്നുണ്ട്, പിന്നെ 5V ഔട്ട് ഉണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചാർജ് ചെയ്യാനോ എന്തെങ്കിലും 5V ഔട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് സ്കോറെ കാണുന്നത് അതിൻ്റെ റിമോട്ട് സെൻസറാണ്. പിന്നെ AV ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. അത് നമ്മുടെ സാധാരണ RCA 3 പിൻ AV ഇൻപുട്ടാണ്. അടുത്തത് ഹെഡ്സെറ്റ് ഔട്ട് ജാക്കണം, ഹെഡ്സെറ്റോ അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ഔട്ട് കൊടുക്കാനുള്ള ഒരു പോർട്ടാണ്. ഞാൻ എൻ്റെ മറ്റേ ഭാഗത്ത് കാണുന്ന SD പോർട്ട് എന്ന് പറഞ്ഞാൽ SD കാർഡ് കണക്ട് ചെയ്യാനുള്ളതാണ്. അടുത്തത് HDMI 2 ഇൻപുട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. സെറ്റ് ബോക്സ്, ആൻഡ്രോയിഡ് ബോക്സ് എന്നിവയിൽ നിന്നൊക്കെ കണക്ഷൻസ് എടുത്ത് ഈ HDMI പോർട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള സ്വിച്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ് സ്ക്രോളിംഗ് സ്വിച്ചുകളാണ് ആദ്യം ഉള്ളത്. ഓക്കെ എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണ്. അടുത്തത് സെറ്റിങ്സ്, പിന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഹോം ബട്ടനാണ്. പിന്നെ ബാക്ക് പേജിലേക്ക് പോകാനുള്ള ബട്ടനാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്, ബാക്ക് അല്ലെങ്കിൽ ക്ലോസ് ബട്ടൺ. ലാസ്റ്റായി കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ പവർ ബട്ടനാണ്, പവർ ഓൺ ഓഫ് ചെയ്യുന്നുള്ള ബട്ടൺ. ഇനി അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാനുവൽ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് സ്പെക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റീവ് റെസൊല്യൂഷൻ 1920x1080, അതായത് ഡിസ്പ്ലേ ഫുൾ HD ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ലാമ്പ് LED ആണ്. പിന്നെ നമുക്കതിൽ കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് 100 to 240. പിന്നെ പല ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ചൈനീസ് ഒക്കെ ഉണ്ട്, പല ലാംഗ്വേജ്. അതിന്റെ കോൺട്രാക്ട് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000:1 വരുന്നത്. പിന്നെന്താണ്, ഇമേജ് സൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടത്, അതായത് 50 to 300 ഇഞ്ച് വരയ്ക്ക് അതിനെ പ്രൊജക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഡിസ്റ്റൻസ്, പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് 1.7 to 9.2 മീറ്റർ ആണ്. പവർ 150 വാട്ട് പവർ കൺസപ്ഷൻ ഉണ്ട്. അത് ഫയലുകൾ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ഫയൽസ് WMA, MP3, MP4 അങ്ങനെയുള്ള എല്ലാ ഫോർമാറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. പിക്ചർ JPG, BMP, വീഡിയോയില് MPG 1, 2, 3, 4, RMVB, H264, MOV, JPG, FLV, DVX, VC, അങ്ങനെ കുറെ ഫോർമാറ്റുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറെ ഫോർമാറ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിന്റെ ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊജക്ഷന്റെ ഡിസ്റ്റൻസ്, ഇത് സ്ക്രീൻ ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 100 ഇഞ്ച് സ്ക്രീന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3.2 മീറ്റർ പുറകിലേക്ക് വെക്കണം. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ അതിന്റെ മാനുവലിൽ തന്നെ അതിന്റെ പ്രൊജക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്താണ് എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യണം എന്നുള്ളതിന്റെ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ടെസ്റ്റിങ്ങും അത് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെയാണ് നമുക്ക് നമ്മുടെ ഹാളിൽ സെറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ ഉടനെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ക്രീൻ വേണം, സ്ക്രീനും ഇതോടൊപ്പം വന്നിട്ടുണ്ട്. നമുക്ക് അതിന് സ്ക്രീൻ സെറ്റ് ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ട്, കാരണം എനിക്ക് അവിടെ ഒരു ഷോക്കേസ് പോലെ സംഭവം വരുന്നതുകൊണ്ട് എനിക്ക് സ്ക്രീൻ മസ്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ ബാക്കി വീഡിയോസ് ഒക്കെ ഞാൻ പുറകെ ഇടുന്നതാണ്. ഈ പ്രൊജക്ടർ നിങ്ങൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എന്താ പറയാ, അതിലേക്ക് മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുപോലെ ഒത്തിരി വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ കമന്റും അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഏവർക്കും